നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ്. കേരള സ്കൂൾ കലോത്സവം 62ാമത് കേരള സ്കൂൾ കലോത്സവം 1ാം ദിനം അതിന്റെ അവസാനത്തിലേക്ക് എത്തിയെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇനിയും മത്സരങ്ങൾ നടക്കാനിരിക്കുന്നു, മത്സരങ്ങൾ പുരോഗമിക്കുന്നു. രാവിലെ തുടങ്ങിയ മത്സരങ്ങളാണ്. 11 മണി മുതൽ വിവിധ വേദികളിലായി 24 വേദികളിലായി തുടങ്ങിയ മത്സരങ്ങൾ. അത് ചില മത്സരങ്ങളൊക്കെ വൈകുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പദ്യപാരായണം, അതുപോലെ തന്നെ സംഘനൃത്തം. ഇതിൽ സംഘനൃത്തം നടക്കേണ്ടുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രധാന വേദി ആശ്രാമം മൈതാനത്തെ പ്രധാന വേദിയിലാണ്. അവിടെ അല്പസമയം മുൻപാണ് രാവിലെ തുടങ്ങിയ മോഹിനിയാട്ടം മത്സരം അവസാനിച്ചത്. ഇനി സംഘനൃത്തം നടക്കാനിരിക്കുന്നു. അതുപോലെ 24 വേദികൾ മറ്റ് വേദികളിലും നടക്കുന്നുണ്ട്. ഗ്ലാമർ ഇനങ്ങൾ, ഡാൻസ് ഇനങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതിൽ പോയിന്റ് നില ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് കൂടി നമുക്കൊന്ന് വളരെ വേഗം പരിശോധിക്കാം. കോഴിക്കോട് ജില്ല ഇപ്പോൾ 78 പോയിന്റുമായി മുന്നിട്ട് നിൽക്കുകയാണ്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നു കോഴിക്കോട് ജില്ലയാണ്. നിലവിൽ ഈ കപ്പ് കൈവശം വെച്ചിട്ടുള്ള ജില്ല. നമുക്കറിയാം കോഴിക്കോട് എപ്പോഴും കടുത്ത പോരാട്ടം നടത്തുന്ന ജില്ലയാണ്. 78 പോയിന്റുമായി കോഴിക്കോട് മുന്നിൽ നിൽക്കുമ്പോൾ തൊട്ട് പിന്നിലുള്ളത് 3 ജില്ലകളാണ് എന്നുള്ളതാണ്. പോയിന്റ് നില മാറി മറിയുകയാണ്. നേരത്തെ നമ്മൾ കോഴിക്കോട്, കണ്ണൂര് ഒപ്പത്തിനൊപ്പം എന്ന തരത്തിലേക്കൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഇതാ കോഴിക്കോട് മുന്നിൽ നിൽക്കുമ്പോൾ വെറും 2 പോയിന്റ് വ്യത്യാസത്തിൽ 3 ജില്ലകൾ തൊട്ട് പിന്നിലുണ്ട്. അതിൽ ആതിഥേയ ജില്ല കൂടിയുണ്ട് എന്നുള്ളതാണ്. കൊല്ലം ജില്ല 76 പോയിന്റ്, തൃശ്ശൂർ 76, കണ്ണൂരും 76 എന്നതാണ്. പിന്നീട് 5ാം സ്ഥാനത്ത് പാലക്കാട് ജില്ലയുണ്ട് 74 പോയിന്റ്, മലപ്പുറം 69 പോയിന്റ്, ആലപ്പുഴ 68 പോയിന്റ്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ് ജില്ലകൾ. നമുക്ക് ഈ മത്സര ഫലം ഇതിപ്പോൾ ഈ പോയിന്റ് നില എന്നൊന്നും ആയിരിക്കില്ല അടുത്ത ദിവസങ്ങളിലൊക്കെ വരാനിരിക്കുന്നത്. പക്ഷെ ഇത് ഒരു സൂചകമാണോ എന്ന് പോലെ നമുക്ക് പറയാൻ കഴിയുകയുമില്ല. ഏതായാലും ഇന്ന് ഈ നിമിഷത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ പോയിന്റ് നില ഇങ്ങനെ തന്നെയാണ്. കൊല്ലം കലക്കുകയാണ്. 24 വേദികളിലായി ഇന്നിപ്പോൾ നടക്കുന്നത് 59 മത്സരങ്ങളാണ്. അതിൽ ഇനിയും നടക്കാനിരിക്കുന്നു ഏറെ മത്സരങ്ങളാണ്. 22 മത്സരങ്ങളോ 23 മത്സരങ്ങളോ മറ്റോ ഇനിയും പൂർത്തിയായിട്ടുള്ളൂ. ബാക്കി മത്സരങ്ങൾ നടക്കാനിരിക്കുന്നു. ഇതെപ്പോൾ അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. അനന്തമായി നീളുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയുകയുമില്ല. നമ്മളുടെ വിവിധ റിപ്പോർട്ടേഴ്സ് ഉണ്ട് നമുക്കൊപ്പം തത്സമയ വിവരങ്ങളുമായി. ഇന്ന് നമുക്കറിയാം പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ് രാവിലെ നടന്നത്. 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ചില സന്ദേശങ്ങൾ നൽകുന്നു. നമ്മളെപ്പോഴും കാണുന്നത് പോലെ ഒരു മാത്സര്യ ബുദ്ധിയോടെ ഈ മത്സരങ്ങൾ അല്ലെങ്കിൽ ഈ യുവജനോത്സവത്തെ ഒന്നും കാണാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം രക്ഷിതാക്കളോട് പറയുകയാണ്, കുട്ടികളുടെ മത്സരമാണ്, ഇവിടെ രക്ഷിതാക്കൾ ഇടപെടരുത് എന്നുള്ളത്. ഇത് കാലുഷ്യത്തോടെ ഒന്നും കാണേണ്ടുന്ന ഒന്നല്ല എന്ന് പറയുന്നു. ഒപ്പം ചേർത്ത് പിടിക്കേണ്ടവർ, അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാൻ കഴിയാതെ കലാഭിരുചിയുള്ളവരെ എങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് പറയുന്നു. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് ഗോത്ര വിഭാഗങ്ങളുടെ ഒക്കെ കലാരൂപങ്ങൾ അത് അടുത്ത വർഷം മുതൽ മത്സര ഇനമായി നമ്മൾ ചേർക്കുന്നു എന്നുള്ള ഏറ്റവും സ്വാഗതാർഹമായൊരു പ്രഖ്യാപനം അതുകൂടി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും ഉണ്ടായി. മുഖ്യമന്ത്രി അതിനുശേഷം സംസാരിക്കുമ്പോൾ അദ്ദേഹവും അത് എടുത്തു പറയുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ആ തരത്തിലേക്ക് പ്രൗഢഗംഭീരമായൊരു ചടങ്ങ്. ഉദ്ഘാടന ചടങ്ങിന് മുൻപായി നമ്മളൊരു ഗോത്ര കലാരൂപം, മംഗലം കളി എന്ന കാസർഗോഡ് നിന്നുള്ള തനത് ഗോത്ര കലാരൂപം അതുകൂടി വേദിയിൽ കണ്ടു. അതൊരു സൂചനയായിരുന്നു അടുത്ത വർഷം മുതൽ അതൊക്കെ മത്സര ഇനമാകാൻ പോകുന്നു എന്നുള്ളത്. നമ്മുടെ വിവിധ റിപ്പോർട്ടേഴ്സ് തത്സമയം നമുക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന്, വിവിധ വേദികളിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകാനുണ്ട്. സ്മിതയുണ്ട്, പ്രവിതയുണ്ട്, അരുൺ രാജുണ്ട്, ഷഫീദുണ്ട്, ഗോപികയുണ്ട്, കീർത്തനയുണ്ട്, സലിം മാലിക്കുണ്ട്. അങ്ങനെ രാവിലെ മുതൽ തന്നെ അവർ ഓട്ടത്തിലാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഇതിൽ ചില റിപ്പോർട്ടേഴ്സ് ഇവിടെ നമുക്ക് നല്ല സ്റ്റോറികളൊക്കെ തരുന്നുണ്ട്. അതെല്ലാം പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് കൊല്ലം കലക്കുന്നത് നമ്മൾ പരിശോധിക്കാം. സ്വാഗതം ഒരിക്കൽ കൂടി സ്പെഷ്യൽ വാർത്താ ബുള്ളറ്റിലേക്ക്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള കലക്കൻ കൊല്ലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഞാൻ പോകുന്ന ഒരു പഞ്ചാരി മേളം. എനിക്കൊപ്പം ഒരു സംഘം വിദ്യാർത്ഥികളുണ്ട്. നമുക്ക് അവരെ ഒന്ന് ആദ്യം പരിചയപ്പെടാം. അതിനുശേഷം അവരുടെ പെർഫോമൻസ് എങ്ങനെയാണോ ഒന്ന് കാണാം. നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാണ്? പഞ്ചവാദ്യം അല്ലേ? പഞ്ചവാദ്യം മത്സരം അല്ലേ? എവിടെ നിന്നാ വരുന്നത്? കണ്ണൂരിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ ശരി, തുടങ്ങിക്കോളൂ.
നമുക്കൊപ്പം ചേർന്നത് പഞ്ചവാദ്യം. നിങ്ങൾ ഏത് സ്കൂളാണ്? സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത് ആദ്യമായിട്ടാണോ അതോ ഇതിനു മുൻപ് വന്നിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. മത്സരഫലം വന്നോ? മത്സരഫലം വന്നോ? മത്സരം കാണാൻ മത്സരഫലം വന്നോ? വന്നു. നമുക്ക് എ ഗ്രേഡ് എന്തായാലും വെച്ചിട്ടുണ്ട്. എ ഗ്രേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. നമുക്കിനിയും കണ്ടുമുട്ടാം. കുമ്പം കുഴലും ഒക്കെ ആയിട്ട് വന്ന കൊച്ചുമിടുക്കന്മാരാണ് അല്ലേ? ശരി, താങ്ക് യു സോ മച്ച്. അപ്പൊ അതാണ് കണ്ണൂർ ജില്ല രണ്ടാം സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 76 പോയിന്റ് 3 ജില്ലകളിലുള്ളതിൽ കണ്ണൂരുമുണ്ട്. 78 പോയിന്റുമായി കോഴിക്കോട് ജില്ല ഒന്നാമത് നിൽക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂരിൽ നിന്നുള്ള ഒരു സംഘം കുട്ടികൾ അവർ പഞ്ചവാദ്യം അവതരിപ്പിക്കുകയായിരുന്നു. മത്സരം കഴിഞ്ഞു, എ ഗ്രേഡിൽ കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ റിപ്പോർട്ടർമാരിലേക്ക് നമ്മൾ പോകുന്നു. ആദ്യം പോകുന്നത് പ്രവിത ലക്ഷ്മിയിലേക്കാണ്. പ്രവിത നമുക്കൊപ്പം ചേരുന്നത് മുഖ്യ വേദിയിൽ നിന്നാണ് തത്സമയം ചേരുന്നത്. പ്രവിത, ആശ്രാമം മൈതാനിയിലെ മുഖ്യവേദി ONV സ്മൃതിയിലാണ് പ്രവിത ഇപ്പോൾ ഉള്ളത്. അവിടെ സംഘനൃത്തമാണ് ഇനി നടക്കാനിരിക്കുന്ന. മോഹിനിയാട്ടം അല്പസമയം മുൻപാണ് കഴിഞ്ഞത്. അതിനുശേഷം വേണം സംഘനൃത്തം തുടങ്ങാൻ. അത് ആരംഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. വൈകുകയാണല്ലേ? സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം എന്നിവയിൽ വിധികർത്താവായി പ്രവർത്തിച്ചു വരുന്നു. അനുജയുടെ ചോദ്യം എനിക്ക് വ്യക്തമല്ല. കാരണം ഞാനിപ്പോൾ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ പ്രധാന വേദിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് നടക്കുകയാണ്. അതായത് സംഘനൃത്ത മത്സരം അത് 5 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞതാണ്. ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്ത മത്സരമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ അത് 5 മണിക്ക് നടക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ 7:10 ആയിരിക്കുന്നു. ഇപ്പോഴാണ് അത് ആരംഭിക്കാൻ പോകുന്നത്. ഇവിടെ വിധികർത്താക്കളെ പരിചയപ്പെടുത്തുകയായിരുന്നു സംഘാടകർ. നമുക്ക് ഈ വേദിയിലെ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഘനൃത്തം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഗ്ലാമർ ഇനങ്ങളിലെ ഗ്ലാമർ ഇനം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇനമാണ് സംഘനൃത്തം. ഇവിടേക്ക് സംഘനൃത്തത്തിന് എത്തുന്ന കുട്ടികൾ ഓരോ തവണയും വ്യത്യസ്ത പ്രമേയത്തിൽ വ്യത്യസ്ത വേഷവിധാനത്തിലൊക്കെയാണ് ഈ സംഘനൃത്തം അവതരിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഇത്രയധികം ആൾക്കാരെ എവിടേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നതും. അത്ര ഭംഗിയാണ് സംഘനൃത്തത്തിന്. ഈ 7 പേർ, ഒരു ടീമിൽ 7 പേരായിരിക്കും ഉണ്ടാവുക. ആ 7 പേർ അങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം അത് കാണാൻ ഇങ്ങനെ വേദി നിറഞ്ഞിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആ കാഴ്ച എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കൊല്ലത്ത് ഈ മത്സരം 15 വർഷങ്ങൾക്ക് ശേഷം വരുമ്പോഴും യാതൊരു തരത്തിലുള്ള അവഗണനയും കൊല്ലംകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അവർ മാക്സിമം മത്സരം ആസ്വദിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കിവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട്. ചേച്ചിയോട് ചോദിക്കാം. സംഘനൃത്ത മത്സരമാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ അടുത്ത് തന്നെ, മാടനട. ഈ മത്സരം കാണാൻ വേണ്ടി വന്ന അല്ല, ഇവിടെ അടുത്താണ് വർക്ക് ചെയ്യുന്നത്. അന്നേരം ഇങ്ങോട്ട് കാണാനായിട്ട് കയറിയത്. മുൻപ് മത്സരം കണ്ടിട്ടുണ്ടോ? മുമ്പ് കണ്ടിട്ടില്ല, ഇപ്പൊ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, അത്രത്തോളം ഈ സംഘനൃത്തം കാണാനേക്ക് ഇവിടേക്ക് നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മത്സരം അല്പം വൈകിയാണ് ആരംഭിക്കുന്നത് എങ്കിൽ പോലും കാണികളുടെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ മറ്റ് വേദികളിലും മറ്റ് ഗ്ലാമർ ഇനങ്ങളുടെ പോരാട്ടവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രധാന വേദിയിൽ സംഘനൃത്ത മത്സരം, ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്ത മത്സരം ആരംഭിക്കുന്നതാണ്. പ്രവിത ലക്ഷ്മി, ആശ്രാമം മൈതാനിയിലെ പ്രധാനപ്പെട്ട വേദി ONV സ്മൃതിയിൽ നിന്നുള്ള വിവരങ്ങളാണ്, ഏറ്റവും പുതിയ വിവരങ്ങളാണ് നൽകിയത്. സംഘനൃത്തം ആരംഭിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. 5 മണിക്ക് തുടങ്ങുമെന്ന സംഘനൃത്തം ഇപ്പോൾ 7 മണി കഴിയുമ്പോൾ തുടങ്ങാറാകുന്നു എന്ന അറിയിപ്പാണ് വരുന്നത്. വിധികർത്താക്കളെയൊക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഈ മൈതാനം എന്നുള്ളതാണ്. നമുക്കറിയാം 70 ഏക്കറിലേറെ ഉണ്ട് ഈ മൈതാനം. അപ്പോൾ അത് തിങ്ങി നിറയുന്നു. നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നല്ല ജനക്കൂട്ടമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ വേദിയിലും സംഘനൃത്തം നടക്കാനിരിക്കുന്ന വേദിയിലുമൊക്കെ ആളുകൾ നിറയെ ഉണ്ട് എന്നതാണ് പ്രവിത നൽകിയ വിവരം. ഏതായാലും കൊല്ലം നിരാശപ്പെടുത്തുന്നില്ല എന്നതാണ്. ഈ കലയൊക്കെ നമുക്കറിയാം, സാംസ്കാരിക പാരമ്പര്യമൊക്കെയുള്ള കൊല്ലം ജില്ല നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ കലോത്സവത്തെയും. 62ാമത് കേരള സർക്കാർ കലോത്സവത്തെയും സ്കൂൾ കലോത്സവത്തെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് 1ാം ദിവസം സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാൻ ഇനി പോകുന്നത് സ്മിത ഹരിദാസിലേക്കാണ്. സ്മിതയ്ക്കൊപ്പം ഉള്ളത് കൊല്ലം ജില്ലാ കളക്ടറാണ്. സ്മിത, ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഈ കലോത്സവത്തിന്. ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നു, പ്ലാസ്റ്റിക് മാലിന്യമൊന്നും എങ്ങുമില്ല, അതൊക്കെ പ്രത്യേകമായി കളക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ചില കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവരുടെ കരവിരുത് കാണിക്കാൻ. എന്തായാലും ഒരു തരത്തിലും പ്ലാസ്റ്റിക് ഇല്ല. അതുപോലെ തണ്ണീർ കൂജകൾ ഈ കൊടും ചൂടിനൊക്കെ വലിയ ആശ്വാസമാണ്. ഒരുപാട് പുതുമകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇത്തവണത്തെ യുവജനോത്സവം അത് ഏത് തരത്തിലേക്കാണ് അതിനൊക്കെയുള്ള ഒരുക്കങ്ങൾ എന്നതൊക്കെയാണ്. ഇപ്പോൾ 1ാം ദിവസത്തെ പരിപാടികളൊക്കെ അവസാനിക്കുന്നു എന്ന് പറയാറായിട്ടില്ലെങ്കിൽ പോലും അതെങ്ങനെയാണ് കളക്ടർ അതിനെ വിലയിരുത്തുന്നത് ഈ ഘട്ടത്തിൽ? അതെ,
അനുജ, അത് തന്നെയാണ് ഈ കൊല്ലം ജില്ലയിൽ കലോത്സവം വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലായിരിക്കും കൊല്ലം ജില്ല ഈ കലോത്സവത്തിനെ, കൊല്ലത്തെ ആളുകൾ കലോത്സവത്തിനെ എങ്ങനെയാണ് വരവേൽക്കുക, ആതിഥേയത്വം അരുളുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയം, അല്ലെങ്കിൽ ആ ഒരു കൗതുകം. അത് ഇന്ന് രാവിലെ മുതൽ നമ്മളിവിടെ കാണുന്നതാണ്. ഇതിന് എത്രയോ ദിവസം മുമ്പേ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ജില്ലാ ഭരണകൂടം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് വളരെ മനോഹരമായി നടപ്പാക്കുന്നത്. അനുജ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ചില കാര്യങ്ങളാണ് ഹരിത ചട്ടം പാലിച്ചുള്ള ചില കാര്യങ്ങൾ. പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ റീസൈക്കിൾ ചെയ്യുന്നു. അതുപോലെ ഇവിടെ വല്ലാത്ത ചൂടിൽ ഇങ്ങനെ നഗരസഭയിൽ നിന്ന് വന്നിട്ട് വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ ചൂടിനുള്ള ഇതെങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ കൃത്യമായി നടപ്പാക്കിയതെന്ന് നമുക്ക് കളക്ടറോട് തന്നെ ചോദിക്കാം. കളക്ടർ എൻ ദേവിദാസ് IAS ഒപ്പം അസിസ്റ്റന്റ് കളക്ടറും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. സാർ നമസ്കാരം. സാർ, ഇപ്പം നമ്മൾ കൊല്ലം ജില്ലയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ചൂട് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അത് മാത്രമല്ല ഈ ഒരുക്കങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചിട്ടപ്പടി. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കോർഡിനേഷൻ എന്നുള്ളത് ഇത്ര മനോഹരമായിട്ടുള്ളത് ഈ കലോത്സവ വേദിയിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. ഏത് രീതിയിലാണ് കാര്യങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? തീർച്ചയായും കലോത്സവം എന്ന് പറയുമ്പോൾ കൊല്ലത്ത് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ആതിഥേയത്വം വഹിക്കുന്ന ഒരു വലിയ കലാമേളയാണ്. അപ്പോൾ അതിൻ്റേതായ ഗൗരവത്തോടു കൂടിയും അതിൻ്റെ ശ്രദ്ധയോടും കൂടി ചിട്ടയായിട്ടുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയത്. ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് നമുക്ക് തീർച്ചയായും വലിയൊരു മേള കഴിഞ്ഞു പോയതിൻ്റെ ഒരു അനുഭവം നമുക്കുണ്ട്. അതിനുശേഷം വരുന്ന കൊല്ലത്തിനെ സംബന്ധിച്ച് വലിയൊരു കലാമേളയാണ്. ഏതാണ്ട് 14,000-ഓളം പാർട്ടിസിപ്പൻസ് ഇതിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് കൊല്ലത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ധാരാളം പേര് ഇവിടെ എത്തുന്നുണ്ട്. കലാസ്വാദകരായിട്ടുള്ള ധാരാളം പേര് ഇതിൽ പങ്കെടുക്കാനും വീക്ഷിക്കാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. തീർച്ചയായും അതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആവശ്യമുണ്ട്. വളരെ നേരത്തെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ച് ആവശ്യമായിട്ടുള്ള ജില്ലാ ഭരണകൂടത്തിലെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഓരോരുത്തർക്കും ചുമതലകൾ കൃത്യമായിട്ട് അസൈൻ ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ ഇതിന്റെ നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ പണ്ടൊക്കെ പറയും കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയും. അപ്പൊ തീർച്ചയായിട്ടും കൊല്ലംകാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു പാരമ്പര്യമാണ്, അത് സൂക്ഷിക്കണം എന്നുള്ള. അപ്പൊ ആ രീതിയിൽ തന്നെ ഈ വരുന്ന അതിഥികൾക്ക് ആതിഥ്യം അരുളാൻ, അതുപോലെ എല്ലാവരും എപ്പോഴും ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് വലിയൊരു നഗരമല്ല, അതായത് ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഏത് രീതിയിലാകും. അപ്പൊ ഈ രീതിയിൽ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പാക്കാൻ പറ്റും. തീർച്ചയായും ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഇതിന്റെ കാര്യങ്ങൾ ഏകോപന ചുമതല നിർവഹിക്കുന്നത്. എന്നിരുന്നാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അതിന് കൃത്യമായിട്ട് ഏതേതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ അക്കോമഡേഷൻ വേണ്ടുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളിലൊക്കെ നമ്മൾ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന ഡെലിഗേറ്റ്സിനെയും പാർട്ടിസിപ്പൻസിനെയും കൃത്യമായിട്ട് അവർ ഡ്രോപ്പിംഗ് ലൊക്കേഷനിൽ നിന്നും അവരെ കൃത്യമായിട്ട് അവർ താമസിക്കുന്ന സ്ഥലത്ത് എത്തിക്കാനും അതോടൊപ്പം തന്നെ അവരെ ഇതിനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ അവിടെ എത്തിക്കുന്നതിനും അവരുടെ മത്സരം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ 8-ാം തീയതി കഴിയുമ്പോഴത്തേക്കും തീർച്ചയായും നിങ്ങൾ പറയണം കൊല്ലം കണ്ടവന് ഇല്ല വേണ്ട. ഞങ്ങളൊക്കെ തിരിച്ചു പോകാതിരിക്കുമോ എന്നുള്ളതാണ്. അല്ലെങ്കിലും നമുക്ക് കൊല്ലത്തെ എത്ര മഹാരഥന്മാര് ജനിച്ച മണ്ണാണ് ഇത് അല്ലേ? തീർച്ചയായിട്ടും ഈ പേരുകളൊക്കെ തന്നെ വലിയ കൗതുകമാണ്. അതാണ് ഒരുപാട് മഹാരഥന്മാര്, കലാപ്രതിഭകള്, ലെജൻസ്, ധാരാളം കലാ മേഖലയിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ കലയുടെ ഒരു വിളനിലം കൂടിയായ കൊല്ലത്തേക്കാണ് ഇത്തവണ വന്നിരിക്കുന്നത്. തീർച്ചയായും അതിനൊട്ടും അതിൻ്റെ ഒരു പ്രതിഭ ചോരാതെ, അതിൻ്റെ ഒരു പൊലിമ ചോരാതെ നമുക്കിത് അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും പങ്കെടുക്കാനും ഭാഗഭാക്കാവാനും ഇവിടെ വരുന്നവരെ മുഴുവൻ തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിച്ച് പറഞ്ഞു വിടുക, കൃത്യമായി വരവേൽക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ള. എന്നൊരു പെൺമണി തേങ്ങിക്കരഞ്ഞു വിരൂപയായി നെഞ്ചം പിടയും കഥന കടൽ കണ്ടു താതന്റെ ഉള്ളം പിടഞ്ഞു പോയി താളിയോലകൾ തിരഞ്ഞു വലഞ്ഞു ഔഷധ കൂട്ടത് നേടിടാനായി മകളെ മനോഹരിയാക്കിടാനായി
കാത്തിരിക്കും ദിനം നീളെ നീളെ ഔഷധലേപനം നൽകിടാതെ കാലപുരി പൂകി താതൊരു നാൾ ഏകയായി പൊട്ടിക്കരഞ്ഞുപോയി പാർവണദത്ത ദിനങ്ങളായി പിതാവിനെ ധ്യാനിച്ചു നിന്നവൾ വൈദ്യശാല തൻ നട തുറന്നു താളിയോലകൾ ഓരോന്നായി പഠിച്ചു കണ്ടെടുത്തു ദിവ്യലേപനക്കൂട്ടത് അപ്പൊ നമ്മളിപ്പോ തത്സമയം കണ്ടത് പ്രധാന വേദി ഒന്നിൽ ONV സ്മൃതിയിൽ നിന്നുള്ള കാഴ്ചകളാണ്. സംഘനൃത്തം തുടങ്ങിയിട്ടേ ഉള്ളൂ. 5 മണിക്ക് തുടങ്ങേണ്ടുന്ന സംഘനൃത്തം അല്പസമയം മുൻപാണ് തുടങ്ങിയത്. അതിൽ ആദ്യ പെർഫോമൻസിന്റെ തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്. സംഘനൃത്തം എപ്പോഴും ആളുകൾ ഒരുപാട് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇനം കൂടിയാണ്. അതിൽ കുറച്ച് കുട്ടികൾ ഒരുമിച്ച് നിന്ന് നല്ല വേഷവിധാനങ്ങൾ, വളരെ കളർഫുൾ ആയിട്ടുള്ള വേഷമൊക്കെ ധരിച്ചു കൊണ്ടുവരുന്ന ഒരു ഇനം കൂടിയാണ്. അതുകൊണ്ട് ആളുകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നതാണ്. ഏതായാലും ഇപ്പോൾ രാത്രി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വലിയ കാഴ്ചക്കാരും ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി നമുക്കൊപ്പം ഒരു ഗസ്റ്റ് ചേരുകയാണ്, സൂര്യനാരായണൻ. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, പ്രേക്ഷകർക്ക് കാണുമ്പോൾ ഒപ്പം തന്നെ പിടികിട്ടും. വെൽക്കം സൂര്യനാരായണൻ. സൂര്യ, ഹായ്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് വീണ്ടും ഈ എന്താണ് ടോപ്പ് സിംഗറിന് ശേഷം പലയിടത്തും നമ്മൾ കണ്ടുമുട്ടി അല്ലെ? കഴിഞ്ഞ കലോത്സവത്തിന് കണ്ടുമുട്ടി, അതിനുശേഷം 24 കണക്റ്റിന്റെ വേദിയിൽ കണ്ടുമുട്ടി. അങ്ങനെ നമ്മുടെ ഒരു സ്ഥിരം ആളായി, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായി മാറിയിട്ടുണ്ട് സൂര്യനാരായണൻ അല്ലെ? ഇപ്പൊ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? സീസൺ 1 ടോപ്പ് സിംഗർ സീസൺ 1 മത്സരാർത്ഥിയാണ്. അന്ന് ചെറിയ കുട്ടിയായിരുന്നു. ആ സമയത്ത് ശബ്ദം മാറി അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ചില ചെറിയ പ്രതിസന്ധികളിലൊക്കെ കടന്നുപോയി. ഇപ്പോ ശരിക്കുള്ള ശബ്ദമൊക്കെ കൈവന്ന് നല്ലൊരു കുട്ടി അല്ലെ? ഇപ്പൊ +2 ആണ്, +1 ആണ്, +1 ആയി മാറിയിരിക്കുന്നു അല്ലെ? അപ്പൊ ഏതായാലും വീണ്ടും കണ്ടതിൽ സന്തോഷം. ഏത് പാട്ടാ പാടാൻ പോണത്? പാടിക്കോളൂ. खुदा से आज़ मेरी कभी ये रात न गुजरे, मोहब्बत का हर एक लम्हा, मोहब्बत का हर एक लम्हा तेरी बाहों में अब गुजरे. तू बड़ी माशाअल्लाह का है अब्दुल्ला, तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला. मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना. तू बड़ी माशाअल्लाह का है अब्दुल्ला, तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला. मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना. हम
आह तेरे आशिक किस बात का शर्माना, किस बात का शर्माना, तू सीने से लगा लेना चलेगा बहाना, ना चलेगा बहाना। हुस्नुल्ला जवाब है, हुस्नुल्ला जवाब है, खुली हुई किताब है, खुली हुई किताब है, पर्दा सरकाना ओ जलवा दिखलाना। हम नहीं बेगाने माने या ना माने हम तेरे दीवाने, तू बड़ी माशाअल्लाह का है अब्दुल्ला, तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला, मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना। जाम जवानी का तू होठों से पिला दे पिला दे, रंग भरी महफिल में तू गुल नया खिला दे, ये अदाए कमाल है, आए हुनर बेबी साल है। അപ്പോ താങ്ക് യു സോ മച്ച് സൂര്യ. നമ്മള് ഇപ്പൊ സൂര്യ മത്സരിക്കാൻ വന്നതല്ല, നമ്മളുടെ ഈ ആഘോഷത്തിന്റെ ഭാഗമാകാൻ വന്നതാണ്. എല്ലാ തവണയും കാണാൻ വരുന്ന പോലെയൊക്കെ ഇത്തവണയും വന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മൾ ഇനിയും കാണും ഇവിടെ വെച്ച് തന്നെ. അപ്പൊ ഈ പാട്ട് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല, സോറി. ഇടയ്ക്ക് വെച്ച് നിർത്തിയിൽ എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ നമുക്ക് ചെറിയ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. വീണ്ടും കാണാം. അച്ഛൻ വന്നിട്ടുണ്ടല്ലോ, അച്ഛനും നല്ല സിംഗറാണ്, വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും കാണാം. താങ്ക് യു. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് കാക്കനാട് നമ്മുടെ ന്യൂസ് സ്റ്റുഡിയോയിലേക്കാണ്. അവിടെ നിന്ന് ഗോകുൽ രവി ചേരുന്നുണ്ട് തത്സമയം. ഗോകുൽ. അനുജ, കൊല്ലത്തെ ആവേശകരമായ വേദിയിൽ നമ്മൾ കാക്കനാട് സ്റ്റുഡിയോയിലേക്ക് ഒരു കലാകാരിയെ എത്തിക്കുകയാണ്. ഇന്ന് മോഹിനിയാട്ട മത്സരത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയ കലാകാരിയാണ് എന്നോടൊപ്പം ചേരുന്നത്. ഗൗരി, സ്വാഗതം 24ന്റെ ഈ വലിയ വേദിയിലേക്ക്. സംസ്ഥാന കലോത്സവ വേദിയിൽ നിന്ന് 24ന്റെ വേദിയിലേക്ക് എത്തുകയാണ്. സ്വാഗതം. ഗൗരി, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കൊല്ലത്തുകാരി തന്നെയാണല്ലേ? അതെ. കൊല്ലത്ത് എവിടെ, ഏത് സ്കൂളിലാണ്, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 8ാം ക്ലാസ്സിൽ DVNSS ഹയർ സെക്കൻഡറി സ്കൂൾ പൂവറ്റൂർ പഠിക്കുന്നു. 8ാം ക്ലാസ്സുകാരിയാണ്. അപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ മത്സരിച്ചു, എ ഗ്രേഡ് നേടി. അത് 9ഉം 10ഉം ക്ലാസ്സിലൊക്കെയുള്ള ചേച്ചിമാരോടൊപ്പം ഒക്കെ മത്സരിച്ചിട്ട് എ ഗ്രേഡ് സ്വന്തമാക്കി. അടിപൊളി. അപ്പോൾ ഒരുപാട് കാലമായോ ഡാൻസ് പഠിക്കാനൊക്കെ തുടങ്ങിയിട്ട്? ഞാൻ 9 വർഷത്തോളം ഡാൻസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് പെർഫോമൻസിലേക്ക് പോയാലോ? അവിടെ എ ഗ്രേഡ് അർഹമായ ആ പെർഫോമൻസ് നമ്മുടെ 24ന്റെ പ്രേക്ഷകരൊക്കെ ലോകമെമ്പാടും കാണട്ടെ. തീർച്ചയായും. ഒരു മൺകൂടത്തിൻ ചില്ലുകളാൽ കർണൻ പ്രണയപ്രതീകമീ ഉടവയിൽ ചാർത്തി, കാപട്യമില്ലാത്ത പ്രണയത്തിൻ ചിതതന്നിൽ പ്രാപിക്കുവാൻ മന്ത്രമോടുന്നു മാനസം. ആധീരധീ ഹൃദയ സാരഥി വിധന്തുവായോ വൃഷാലി. ആധീരധീ സാരഥി
ചിത്രകം ചാർത്തി ഈ നെറുകയിലേകിയത് അന്ത്യമുദ്രയോ കണ്ണാ. ചിത്രകം ചാർത്തി ഈ നെറുകയിലേകിയത് അന്ത്യമുദ്രയോ കണ്ണാ. ചിത്രകം ചാർത്തി ഈ നെറുകയിലേകിയത് അന്ത്യമുദ്രയോ കർണാ. 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 ചിത്രകം ചാർത്തി. അങ്ങനെ ഗൗരി സുരേഷാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ പെർഫോമൻസ് അവതരിപ്പിച്ചത്. ഗൗരി കൊല്ലത്ത് നിന്നുള്ള കലാകാരിയാണ്. 8ാം ക്ലാസ്സുകാരിയായിട്ടുള്ളൂ, പക്ഷേ ഹൈസ്കൂൾ വിഭാഗത്തിൽ മുതിർന്ന കുട്ടികളോടൊക്കെ മത്സരിച്ച് തന്നെ A ഗ്രേഡ് സ്വന്തമാക്കി. ഏതായാലും ഗൗരിക്ക് ഭാവുകങ്ങൾ. വെൽക്കം ബാക്ക് ടു കലക്കൻ കൊല്ലം. അപ്പോൾ കൊല്ലം കലക്കുകയാണെങ്കിൽ 24 കലക്കുകയാണ് എന്നുള്ളതാണ്. നമ്മൾ 1 മണിക്കൂർ ദൈർഘ്യമുള്ള സ്പെഷ്യൽ ബുള്ളറ്റിനാണ് കലോത്സവ വേദിയിൽ നിന്ന് തത്സമയം നമ്മൾ കലോത്സവ കാഴ്ചകൾ, ഒപ്പം തന്നെ നമുക്കൊപ്പം അതിഥികളുണ്ട്, അവരുടെ പെർഫോമൻസുകളുണ്ട്, വിദ്യാർത്ഥികളുടെ പെർഫോമൻസുകൾ, അതൊക്കെയായി 1 മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്താ ബുള്ളറ്റിനാണിത്. എനിക്കൊപ്പം ഇപ്പോഴുള്ളത് 4 വിദേശ ടൂറിസ്റ്റുകളാണ്. അവർ നമ്മുടെ കലോത്സവമൊക്കെ ആസ്വദിക്കാനായി എത്തിയിരിക്കണം. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം, അവരോട് ജസ്റ്റ് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഹലോ. Hello. Where are you from? I'm from the UK, Manchester. Your name? Andrew. You're from Manchester. That's right. Okay, and your name? My name's Stephanie. Okay. And you, both of you are from France. Yeah, we're from Paris. From Paris. Okay, your name? Lorenzo. Fanny. Fanny. Okay. So, why are you here? Are you tourists? We are tourists. We arrived in Kollam today and we heard about the festival and we came straight over. Okay. And it is Have you heard of this such kind of a festival before? not one this large. Oh. We have similar things in the UK, but they are very, very small by comparison. Okay, so what's your feeling right now after seeing all this festive mood? I think it's such a marvellous opportunity for young people Yeah. to have the chance to come here and show off their skills. Yeah. And with so many people looking at them and enjoying their performances, it's wonderful. Is this your first visit to Kerala? No, it's not. I've been to Kerala a couple of times before, but I've never seen anything like this. Okay, so were you informed earlier about this youth festival? Such a festive thing is going on here? Our host at our hotel told us about it. So that's why you came here. You were staying nearby in a nearby hotel. Yes. Okay. So you are friends, but you met today morning only, right? Today we Okay. And what's your feeling right now after seeing this? It's very impressive. I really like Very impressive. Yeah. Lots of people, lots of energy. Yeah. So thank you so much. Once again, welcome to Kerala again and again. Please come to Kerala again and again. And thank you so much for being a part of us. Okay, thank you. Thank you so much. അപ്പോൾ അതാണ് അവർ ആസ്വദിക്കുകയാണ് യൂത്ത് ഫെസ്റ്റിവൽ. ഇങ്ങനെ ഒരു കാഴ്ച ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഏതായാലും ഇനിയും ഇത്തരത്തിലേക്കൊക്കെയുള്ള ആളുകൾ വരട്ടെ, നമ്മുടെ കാഴ്ചകളൊക്കെ കാണട്ടെ. എത്രത്തോളം ഐക്യത്തോടെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കുട്ടികളുടെ ഈ ഉത്സവം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു എന്നൊക്കെയുള്ളത് കണ്ണ് നിറഞ്ഞ് മനം നിറഞ്ഞ് അവർ മടങ്ങട്ടെ എന്നുള്ളതാണ്. ഞാൻ ഇനി പോകുന്നത് കീർത്തനയിലേക്കാണ്. കീർത്തനയും ഇവിടെ പ്രധാന വേദിയിൽ നിന്ന് തന്നെ തത്സമയ വിവരങ്ങളുമായുണ്ട്. കീർത്തന, സംഘനൃത്തം പുരോഗമിക്കുന്നുണ്ട്. രാത്രിയാകുമ്പോഴേക്കും ജനബാഹുല്യം അത് വീണ്ടും കൂടുന്നുണ്ടോ? ജനനിബിഡമാകുന്നുണ്ടോ പ്രധാന വേദി, ഈ ആശ്രമ മൈതാനി?
അനുജ, ഇവിടെ കലാമാമാങ്കം കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന വേദിയിൽ സംഘനൃത്തം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഇത്രയായി എങ്കിലും ഇവിടുത്തെ ജനസാഗരത്തിന് യാതൊരു തരത്തിലുള്ള കുറവുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പവലിയന് മുന്നിലാണ്. നമുക്കറിയാം 24 എത്രത്തോളം പ്രേക്ഷകർ ഏറ്റെടുത്തു. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ, അതിന് തന്നെയാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു തിരക്ക് തന്നെയാണ് നമ്മുടെ പവലിയന് മുന്നിൽ നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നത്. എത്രയോ പേർ നമ്മുടെ ഇവിടെ വരാത്ത ആളുകളെ അന്വേഷിച്ച് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സാർ SKN സാർ വരുന്നില്ലേ, ഹാഷ്മി വരുന്നില്ലേ, ഗോപികൃഷ്ണൻ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മളോട് ഒരുപാട് പേര് ഇവിടുത്തെ നമ്മുടെ മറ്റ് അവതാരകരെ, നമ്മുടെ ഓഫീസിലുള്ള മറ്റാളുകളെ അന്വേഷിച്ച് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ ഒരു അഭിപ്രായം കൂടെ നമുക്ക് ചോദിച്ചറിയണം 24-നെ കുറിച്ചുള്ള. കാരണം അത്രത്തോളം തിരക്കാണ് നമ്മുടെ പവലിയന് മുന്നിൽ. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രത്തോളം പ്രേക്ഷകർ 24-നെ ഏറ്റെടുത്തു തന്നെയാണ്. നമുക്കപ്പോൾ ഇവിടുത്തെ ആളുകളുടെ ഒരു അഭിപ്രായം കൂടെ നമുക്ക് ചോദിക്കാം. കലോത്സവം എങ്ങനെ പോകുന്നു? നല്ലോണം പോകുന്നു, നല്ലോണം ആസ്വദിക്കുന്നുണ്ട് ഞങ്ങൾ. 24 നിങ്ങൾ പറയുന്നു 24-ന്റെ ഫ്രണ്ടിൽ നല്ല തിരക്കാവും. നിങ്ങൾ ഞങ്ങളുടെ സ്ക്രീനിൽ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. 24 കാണാറില്ലേ? യെസ്, കാണാറുണ്ട്. നമ്മൾ ആ ബിഗ് സ്ക്രീൻ അവിടെ കാണുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും മത്സരത്തിൽ പങ്കെടുത്ത് നിൽക്കുന്നതാണോ? കൊല്ലം DDയിലെ സ്റ്റാഫ്സ് ആണ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫ്സ് ആണ് ഞങ്ങളെല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോലെ തന്നെ ഈ നമ്മുടെ പവലിയന് മുന്നിൽ വൻ തിരക്കാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ എത്രത്തോളം പ്രേക്ഷകർ നമ്മൾ എത്രത്തോളം ഏറ്റെടുത്തുന്നുള്ള. അവർ ഓരോ വട്ടം നമ്മൾ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിക്കുന്നതാണ് ബാക്കിയുള്ളവർ എവിടെ. അപ്പോൾ ഈ പ്രേക്ഷകർ മൊത്തം നമ്മുടെ പവലിയന് മുന്നിൽ, ചുരുക്കി പറഞ്ഞാൽ അത് തന്നെയാണ് അനുജ. അതാണ് അപ്പോൾ പ്രേക്ഷകർ, നമ്മുടെ 24-ന്റെ പ്രേക്ഷകർ, ഒപ്പം തന്നെ കൊല്ലം നിവാസികൾ, കൊല്ലത്തിന് പുറത്തു നിന്നുള്ളവരൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഈ കൊല്ലത്തെ ഇത്തവണത്തെ 62ാമത് കേരള സർക്കാർ കലോത്സവം എന്നുള്ളതാണ്. 24-ന്റെ ഒരു LED സ്ക്രീൻ വെച്ചിട്ടുണ്ട് നമ്മുടെ പവലിയന് തൊട്ട് മുകളിലായി. അപ്പോൾ അത് ഒക്കെ കാണുന്നതിന് വേണ്ടിയും അതിലൂടെയൊക്കെ കാഴ്ചകൾ കാണാനും ഒക്കെയായി ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ മറ്റൊരു സംഘം വിദ്യാർത്ഥികളിലേക്ക് കൂടി പോവുകയാണ്. മാർഗം കളി മത്സരമൊക്കെ കഴിഞ്ഞ് കോഴിക്കോട്ട് നിന്നെത്തിയ ഒരു ടീമാണ്. നമുക്ക് അവരുടെ പെർഫോമൻസിലേക്ക് ആദ്യം പോകാം. നിങ്ങൾ കോഴിക്കോട്ട് നിന്ന് വരുന്നവരാണ്, അപ്പോൾ തുടങ്ങിക്കോളൂ. കൊണ്ടു നടക്കുന്ന നേരം പലരും തിത്തേതര കോയിക്കലോണ്ടതു കാൺമാനിതെന്നും തിത്തേതര കൊണ്ടേ കുല ചെയ്വോനെന്നും ചിലർ തിത്തേതര കൊണ്ടേ വിലങ്ങിടത്തിടുവാനെന്നും തിത്തേതര തല്ലി മുറിച്ചുതച്ചിടുവാനെന്നും തിത്തേതര താമസമില്ലിപ്പോൾ അറിയാമെന്നും തിത്തേതര പോകാതെ നില്ലെന്നും ചിലർ തിത്തേതര ഹിത്തരമോരോന്നു കണ്ടവരോ തിത്തേതര കൊല്ലാതെ കൊണ്ടുപോയി കളവാനിതെന്നും തിത്തേതര അങ്ങനെ മാനുഷർ പേശുന്നേരം തിത്തേതര ചോഴരിരുവരുമാവാനു പിന്നെ തിത്തേതര മാറിയൊഴിഞ്ഞുള്ള മാനുഷരെല്ലാം തിത്തേതര മൂടലൊഴിഞ്ഞവർ മാർഗമെടുത്തു തൈ തിത്തൈ തിത്തയതയ്യത്തൈ. ഓക്കെ, അപ്പൊ അതാണ്. നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ്? മൈക്കിൽ പറയൂ. കോഴിക്കോട് പ്രസന്റേഷൻ സ്കൂളിൽ നിന്നാണ്. മത്സര ഫലം വന്നോ? എന്താണ് ഫലം? A ഗ്രേഡ് ഉണ്ട്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. ഇതാദ്യ തവണയാണോ നിങ്ങളുടെ? ഇതിനു മുൻപ് വന്നിട്ടുണ്ട്? രണ്ടാമത്തെ തവണ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പലരും പല ക്ലാസ്സിലാണോ? ഓക്കെ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാർഗം കളിയിൽ A ഗ്രേഡ് നേടിയ കുട്ടികളാണ്. അപ്പോൾ +1ഉം +2 ഒക്കെ ഉണ്ട്. അപ്പോൾ ചിലരുടെ കലോത്സവം ഈ വർഷത്തോടെ അവസാനിക്കുന്നവരുണ്ട്. അപ്പോൾ അത് നമുക്കിനിയും കണ്ടുമുട്ടാം ഏതെങ്കിലുമൊക്കെ വേദിയിൽ വെച്ച് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അതാണ് മാർഗം കളിയിൽ A ഗ്രേഡ് നേടിയ ടീം. നമുക്ക് കൂടുതൽ പെർഫോമൻസ് ഉണ്ട്, കൂടുതൽ വിശിഷ്ട അതിഥികൾ ഉണ്ടാകും. കലക്കൻ കൊല്ലത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കൊല്ലത്ത് നിന്ന് തത്സമയ വിവരങ്ങൾ, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ് പ്രേക്ഷകരുമായി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വളരെ വേഗം ഒരു പെർഫോമൻസിലേക്ക് പോവുകയാണ്. അറബനമുട്ട്, നമുക്കറിയാം പലതരത്തിലുള്ള കലാരൂപങ്ങളുടെ സമ്മേളന വേദി
വേദിയാണ് ഈ യുവജനോത്സവം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്നതും നമ്മൾക്ക് പുതുമയുള്ളതും ഒക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള കലാരൂപങ്ങൾ. അടുത്ത വർഷം മുതൽ ഗോത്ര ഇനങ്ങൾ കൂടി മത്സര ഇനമാകുന്നു എന്ന് പറയുമ്പോൾ അത് പൊടി പൊടിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അറബനമുട്ടാണ്. കോഴിക്കോട് തിരുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവർ മത്സരം കഴിഞ്ഞു എ ഗ്രേഡ് നേടി വന്നിരിക്കുകയാണ്. 24 പ്രേക്ഷകർക്കായി അവരുടെ പെർഫോമൻസ് അവർ ഇപ്പോൾ കാഴ്ചവെക്കാൻ പോവുകയാണ്. തുടങ്ങിക്കൊള്ളൂ. അല്ലാഹു 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 ഇർഹം അല്ലാഹു അല്ലാഹു അല്ലാഹ് عبد القادر جيلاني يا كتب الواصلين يا قبلة العاشقين يا سيدي يا مخدوم أوصل محي الدين سيف الله رفاعي بشير رفاعي نذير رفاعي ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത് ഒട്ടും എളുപ്പമല്ല ഈ ഒരു ഇനം അല്ലെ, ഒട്ടും എളുപ്പമല്ല. കാരണം ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ അല്ലെ ഒരേപോലെ ചെയ്യണം, അതിനിടയ്ക്ക് പാടുന്നു അല്ലെ. എന്തായാലും നന്നായിട്ടുണ്ട്. നിങ്ങൾ എ ഗ്രേഡ് വാങ്ങിച്ചവരാണ്. ആദ്യത്തെ തവണയാണോ മത്സരിക്കുന്നത്? ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി നമ്മൾ പ്രധാന വേദിയിൽ സംഘനൃത്തം പുരോഗമിക്കുന്നുണ്ട്. നമുക്കൊരു ചെറിയ സംഘനൃത്ത കാഴ്ചയിലേക്ക് പോയിട്ട് തിരികെ എത്താം വേഗം. പുത്രിയെ മന്ത്രി പ്രവരരെയും കൂട്ടി ദേശാടനത്തിനയച്ചു നൃപൻ. അനുരൂപനാമൊരു വരനെ തേടുന്ന ദൗത്യവുമായി പുറപ്പെട്ടു സാവിത്രി. വിനാദരെ താമര പൊയ്കയിൽ സഖിമാരുത്തു നീരാടുന്ന നേരം മണ്ണിലുദിച്ച നിലാചന്ദ്രനെ പോൽ കണ്ടു സാവിത്രി സത്യവന്തം. കണ്ടു സാവിത്രി സത്യവന്തം. വെൽക്കം ബാക്ക്. സംഘനൃത്തം പുരോഗമിക്കുന്നു. അത് പ്രധാന വേദിയിലാണ് നടക്കുന്നത്. അതിന്റെ ഒരു കാഴ്ചകൾ കണ്ട് നമ്മൾ തിരികെ എത്തുന്നത് സംഘഗാനത്തിലേക്കാണ്. സംഘഗാനം മത്സരമൊക്കെ കഴിഞ്ഞ് കണ്ണൂരിൽ നിന്നുള്ള വിദ്യാർത്ഥിനികളാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം നമ്മൾക്ക് അവരുടെ പെർഫോമൻസിലേക്ക് പോകാം, അതിനുശേഷം അവരുമായി സംസാരിക്കാം. പാടിക്കോളൂ. ഭൂവിതിൽ വരമായി വരൂ നീ മാറിവില്ലഴകേ. ഭൂവിതിൽ വരമായി വരൂ നീ മാറി
അറിവില്ലഴകേ ഹൃദയങ്ങളിൽ സ്നേഹമാരിയായി നീ പെയ്തിറങ്ങുമോ വർഷമേ ഈ മണ്ണിലേക്കു ജീവനായി സാനി സധനി സാനി ധനി ധ സരിഗമ പധനി സരി ഗരി സനീധ నిదని పదమప పదని సరి గరిస మ పదని సరి సన్ని గమ పదని సానిద సరి గరి గమ సరి గరి గమ సరి గరి గమ ഹൃദയങ്ങളിൽ സ്നേഹമാരിയായി നീ പെയ്തിറങ്ങുമോ വർഷമേ ഈ മണ്ണിലേക്കു ജീവനായി. മത്സരം കഴിഞ്ഞോ? മത്സരം കഴിഞ്ഞു. ഫലം വന്നോ? ഫലം വന്നിട്ടില്ല. കണ്ണൂർ AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്? ഹയർ സെക്കൻഡറി +1 +2 ക്ലാസ്. അപ്പൊ തീരുവാണ് പലരുടെയും കലോത്സവം ഇത്തവണത്തോടെ അല്ലേ? അപ്പൊ അതിലൊരു സങ്കടം ഉണ്ടോ? സങ്കടമുണ്ട്. ഇതിനു മുമ്പ് മത്സരിച്ചിട്ടൊക്കെ ഉണ്ടല്ലേ? നിങ്ങൾ ഈ സംഘഗാനത്തിൽ മാത്രമാണോ അതോ മറ്റ് ഇൻഡിവിജ്വൽ ഐറ്റത്തിൽ ഏതെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? കഥകളി സംഗീതം നടക്കാനിരിക്കുന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ ശരി, നമുക്ക് പാട്ടിനെ കൈവിടാതിരിക്കുക. എല്ലാവരും നന്നായിട്ടൊക്കെ പാടുന്നുണ്ട്, അപ്പോൾ അത് പഠിക്കുന്നുണ്ടാവുമല്ലോ എല്ലാവരും അല്ലേ? അപ്പോൾ ശരി, പാട്ടിനെ ചേർത്ത് പിടിക്കുക. അപ്പം താങ്ക് യു സോ മച്ച്. വെൽക്കം ബാക്ക് ടു കലക്കൻ കൊല്ലം. നമ്മൾ 1 മണിക്കൂർ ദൈർഘ്യമുള്ള സ്പെഷ്യൽ കലോത്സവ ബുള്ളറ്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പ്രവിത ലക്ഷ്മിയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. പ്രവിതയുള്ളത് എനിക്ക് തൊട്ടുപിറകിലുള്ളൊരു വേദി, പ്രധാന വേദിയാണ്. അവിടെ നടക്കുന്ന സംഘനൃത്തമാണ്. ആ സംഘനൃത്ത മത്സരം കഴിഞ്ഞിറങ്ങിയ കുട്ടികളുടെ ഒപ്പം പ്രവിതയുണ്ട്. പ്രവിത, വളരെ ചുരുക്കി എന്താണ് അവർക്ക് ഇപ്പോൾ പറയാനുള്ളത്? ഇപ്പോൾ പെർഫോമൻസിനുള്ളൊരു സാഹചര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അനുജ, ഇല്ല അനുജ, പെർഫോമൻസിനുള്ള സാഹചര്യമില്ല. കാരണം നമുക്ക് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ അതിൻ്റെതായ രീതിയിൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും പാട്ട് വേണം. അതിപ്പോൾ ഇടാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവരെ കളിക്കാൻ പറയുന്നില്ല. മാത്രമല്ല, ഈ കളിക്കുന്നതിനിടയിൽ ഒരു കുട്ടി വീണു. അപ്പോൾ അവർ കുറച്ച് ടയേർഡും കൂടിയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ സ്കൂളിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കാസർഗോഡ് നിന്ന് വരുന്ന ടീമാണ്. ഇവർ ഗവൺമെൻറ് സ്കൂളിൽ നിന്നുള്ള ഗ്രൂപ്പ് ഡാൻസ് സംഘമാണെന്നുള്ളതാണ്. സാധാരണ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്ന് ഇത്തരം നാടോടി നൃത്തം, സംഘനൃത്തത്തിനൊന്നും വരാറില്ല. ഞാൻ നാടോടി സംഘനൃത്തം എന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് ഡാൻസിനെ ആ രീതിയിലാണ് നമ്മൾ പരിഗണിക്കാറുള്ളത്. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ സന്തോഷം ഒരു ഗവൺമെന്റ് സ്കൂൾ ഈ സംസ്ഥാന തലത്തിൽ ഗ്രൂപ്പ് ഡാൻസിന് എത്തി എന്നുള്ളതാണ്. നമുക്ക് ഈ വിശേഷം ഇവരോട് തന്നെ ചോദിച്ചറിയാം. നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണെന്ന് അറിയാം. ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ നിങ്ങളുടെ സ്കൂൾ പങ്കെടുക്കുന്നത്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കമ്പല്ലൂർ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തരുന്നത് ആരാണ്? ഞങ്ങളുടെ സ്കൂള് ടീച്ചേഴ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തരുന്നത്. പിന്നെ ഞങ്ങളുടെ സാറ്, പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ആണ്. നിങ്ങൾ എത്ര നാൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലേക്ക് ഇപ്പോൾ വരുന്നത്? ഒരുപാട് നാൾ കഴിഞ്ഞു. അന്ന് സബ് ജില്ല കഴിഞ്ഞു, ജില്ല കഴിഞ്ഞു, അവിടെ എല്ലാം ഫസ്റ്റ് അടിച്ചു. പോരാതെ തന്നെ നമ്മുടെ സ്കൂൾ ചാമ്പ്യൻഷിപ്പും കൂടിയാണ്. ഇപ്പോൾ സ്റ്റേറ്റിലേക്ക് ഫസ്റ്റ് ടൈം നമ്മുടെ ഡ്രീം. അതെ, ഈ കുട്ടികൾ ഇപ്പം ആരാ വീണതാരാണ് ഈ കൂട്ടത്തിൽ? പക്ഷേ അതിൻ്റെ കാര്യമൊന്നുമില്ല കേട്ടോ. ഗ്രൂപ്പ് ഡാൻസ് ആണ്, അപ്പോൾ അത് പലതും സംഭവിക്കും. മോള് എന്ത് പറ്റി, തല ഇറങ്ങിയതാണോ? ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട് എനിക്ക്. പക്ഷെ നമ്മളിത് കാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നോ? ഇപ്പം ഉണ്ടായിരുന്നു. അന്നേരം അവളോട് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ എടുക്കാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ഇതിന് നമ്മൾ വന്നത് തന്നെ. അതെ, സംഘനൃത്തം സാധാരണ ഒരുപാട് ചിലവുള്ള ഒരു ഇനമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഗവൺമെന്റ് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവരാത്തത്. അതിനെക്കുറിച്ച് അധ്യാപകരോട് തന്നെ ചോദിക്കാമെന്ന് തോന്നുന്നു. ടീച്ചർ, ഏതാണ് സംഘനൃത്തം മത്സരം കഴിഞ്ഞിറങ്ങിയ കാസർഗോഡ് ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഒരു ചെറിയ സങ്കടത്തിലാണ്. ഒരു കുട്ടി ഒന്ന് തലകറങ്ങി വീണു. എന്തായാലും അതൊന്നും കാര്യമാക്കണ്ട. മത്സരിച്ചു, അതിൽ പങ്കെടുത്തു എന്നൊക്കെയുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരിക്കൽ കൂടി ഞാൻ ഏറ്റവും പുതിയ പോയിന്റ് നിലയിലേക്ക് ഒന്ന് പോവുകയാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതിൽ നിന്നൊക്കെ പോയിന്റ് നില മാറി പറഞ്ഞിരിക്കുന്നു. കോഴിക്കോട് ജില്ല 1-ാം സ്ഥാനത്ത് തന്നെയുണ്ട്. 113 പോയിന്റ് ആയിട്ടുണ്ട്. തൃശ്ശൂർ 109 പോയിന്റ്, പാലക്കാട് 105 പോയിന്റ്, കണ്ണൂർ 104, കൊല്ലം 103. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 113 പോയിന്റുമായി കോഴിക്കോട് ജില്ല തന്നെ മുന്നിൽ നിൽക്കുകയാണ്. തൃശ്ശൂരാണ് തൊട്ട് പിന്നിൽ. കൊല്ലം, ആതിഥേയ ജില്ല 5-ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ. നമ്മൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്തും.